അത്തറിന്റെ സുഗന്ധമുള്ള പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് വിശ്വാസികൾ ഈദ്ഗാഹുകളിലേക്ക് എത്തി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കോഴിക്കോട് ബീച്ചിൽ നടന്നു വരാറുള്ള സംയുക്ത ഈദ്ഗാഹ് ഇത്തവണ ഒഴിവാക്കിയിരുന്നു. പള്ളികളിലും ഓഡിറ്റോറിയങ്ങളിലും വലിയ പെരുന്നാൾ നിസ്കാരത്തിനായി പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. കോഴിക്കോട് സുമംഗലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിന് സഫ്വാൻ ഭറാമി അൽഹിഗമി നേതൃത്വം നൽകി. സാമൂഹിക ജീർണതയ്ക്കും അനീതിക്കുമെതിരെ ശബ്ദിക്കാനുള്ള പ്രചോദനമാണ് ബലിപ്പെരുന്നാൾ വിശ്വാസി സമൂഹത്തിന് പകർന്നു നൽകുന്നതെന്ന് അദ്ദേഹം ഈദ് സന്ദേശത്തിൽ പറഞ്ഞു. സ്നേഹവും സഹവർത്തിത്വവും പങ്കുവെക്കലും സാമൂഹിക ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലഹരിയൊക്കെ അടിമപ്പെട്ട് വഴിതെറ്റി പോകുന്ന നമ്മുടെ യുവാക്കളെ, വളർന്നു വരുന്ന നമ്മുടെ തലമുറയെ ആ സിനിമയിൽ നിന്ന് അകറ്റി നിർത്താൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നാട് നമുക്കിനിയും ഇവിടെ ജീവിക്കാൻ, തലമുറകളോളം പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ, നിർഭയത്വത്തിലൂടെ മുന്നോട്ട് പോകാൻ ഏതെല്ലാം മാർഗത്തിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇടപെടണം. അതോടൊപ്പം റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി, മുതലക്കുളം പട്ടാളപ്പള്ളി, പാളയം മൊയ്തീൻ പള്ളി, മാവൂർ റോഡ് മർക്കസ് മസ്ജിദ്, കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദ്, ഇടിയങ്ങര മുച്ചുന്തിപ്പള്ളി എന്നിവിടങ്ങളിലെ പെരുന്നാൾ നിസ്കാരത്തിന് വിശ്വാസികളുടെ തിരക്ക് അനുഭവപ്പെട്ടു. പരസ്പരം ആശ്ലേഷിച്ചും ഹസ്തദാനം നടത്തിയും പെരുന്നാൾ സന്തോഷം പങ്കുവച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.